ഒക്കൽ താന്നിപ്പുഴ ശിവരാത്രി കടവിനു സമീപം പെലപ്പള്ളി വീട്ടിൽ നിഖിൽ ഷോക്കേറ്റു മരിച്ചു. 38 വയസ്സായിരുന്നു. സർവീസ് വയറിനോട് ചേർന്ന് നിൽക്കുന്ന ടെലഫോൺ പോസ്റ്റിൽ കെട്ടിയിരുന്ന തുണി ഉണക്കുന്ന അഴയിൽ നിന്നാണ് നിഖിലിന് ഷോക്കേറ്റതെന്നാണ് ലഭിച്ച വിവരം. തിങ്കളാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. ഇന്ന് കാലത്ത് ആണ് സംഭവം. ഒരു 11 മണിക്കാണ് ഈ സംഭവം. ഈ നിഖിൽ എന്ന് പറഞ്ഞാൽ നിഖിൽ PS പെലപ്പള്ളി ഹൗസ് താന്നിപ്പുഴ ഉള്ള പയ്യൻ ഇവിടെ വണ്ടി കഴുകൊണ്ടിരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബാക്കിൽ വീണ് കിടക്കുന്നതായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കണ്ടു. അനിയൻ്റെ ചേച്ചി കണ്ടു. അപ്പോൾ തന്നെ രാജെന്ന് പറഞ്ഞ ആൾ ഓടിച്ചെന്നു. പുള്ളിക്കും ആക്കും പരിക്ക് പറ്റി. രണ്ടുപേരെയും ഉടൻ തന്നെ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോഴേക്കും നിഖിൽ മരിച്ചതായിട്ട് ഡോക്ടർ കൺഫേം ചെയ്തു. അവന് 39 വയസ്സുണ്ട്. അവൻ താന്നിപ്പുഴ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അതിൻ്റെ കൂടെ ടെമ്പോ ട്രാവലും ഓടിക്കുന്ന പയ്യനാണ്. മക്കളുണ്ട്. ഭാര്യ ഒക്കൽ ജോലി ചെയ്യുന്നു. സർവീസ് അവിടെ നിന്ന് സർവീസ് പോയിട്ട് ഇവിടെ ടെലിഫോൺ പോസ്റ്റുമേ ഇട്ടേക്കണം. ആ പോസ്റ്റുമേത് ഇവിടേക്ക് സർവീസ് ഇത് കൊടുത്തേക്കണം. നമ്മുടെ ഈ മീറ്ററിലേക്ക് കൊടുത്തേക്കണം. അപ്പോൾ അവിടെ ഒരു അര കെട്ടിയാണ്. അഴയമകനാണ് ഈ കേബിൾ കെട്ടിയേക്കുന്നത്. അത് കെട്ടിയത് പൊട്ടി എവിടെ വരഞ്ഞ് പൊട്ടിയേക്കണതാണ്. പൊട്ടിയാണ് സംഭവിച്ചേക്കുന്നത്. ആ പൊട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ എടുത്തെന്തോ മാറ്റായിട്ട് ചെയ്തതാണ്. പക്ഷേ രാവിലെ ഇവിടെ ഞാൻ ഇപ്പോൾ ഇവർ രണ്ടുപേരും തെങ്ങ് വിളിച്ചപ്പോൾ അന്നേരം ഒരു കുഴപ്പമില്ല. ഇവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛനും ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ എർത്തുണ്ടായിട്ടാണല്ലോ സംഭവിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ കണ്ടടിച്ചപ്പോൾ വീണു ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്. കമ്പിയുടെ ഒരു പാടുണ്ട്. ഒരു കമ്പിയുടെ ഒരു പോയിക്കണ പാടുണ്ട്. അത് ബോഡി കണ്ടറിയാം. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഈ ഇലക്ട്രിസിറ്റിക്കാർ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുമ്പ് പോസ്റ്റുമ്പോൾ കൊണ്ടുവന്ന് ഈ സർവീസ് വയർ കൊണ്ട് കെട്ടിയത് അതത്ര ശരിയായുള്ള കാര്യമല്ല. അത് ഏത് സമയവും അപകടം സംഭവിക്കാവുന്ന ഒരു രീതിയിലുള്ള ഇതായിരുന്നു അവരുടെ പണി. അതാണ് ഇപ്പോൾ സംഭവിക്കാനുള്ള കാരണങ്ങൾ. അതിന് വേറൊരു വഴിക്ക് ഇറത്ത് കയറി ഇരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സംഭവിക്കാൻ സാഹചര്യം. ഇനി അത് മോളിൽ കയറി അതിന് കറക്റ്റായിട്ട് എന്താണ് ഇൻസുലേഷൻ പോയിട്ടുണ്ടോ അതെന്താണെന്ന് സംഭവിച്ചെന്നുള്ളത് അവർ വന്നാലേ അറിയാക്കുള്ളൂ ഇലക്ട്രിസിറ്റിക്കാർ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് കെട്ടണത് അപകടപരമായ കാര്യമാണ്. അതുകൊണ്ടോ അത് അവരാണ് കെട്ടിക്കണത്. അവരെ എളുപ്പത്തിന് ചെയ്ത് വെച്ചുകൊണ്ട് ഇതാണ്. ഷോക്കേറ്റ ഉടൻ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നിഖിലിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മൃതദേഹം കാലടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും.